നിന്റെ പേരെന്താടാ? അയ്യപ്പൻ. നീ ഗ്ലോറിയുടെ ആരോ അല്ലേ? അതെ, അവളുടെ അച്ഛൻ എന്റെ ചേട്ടനാ. നീയും ഭാര്യയും കുറെ കാലം ഗ്ലോറിയുടെ കൂടെ ആയിരുന്നില്ലേ? ആ, ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇറങ്ങി അല്ലേ? ഒന്നും വാങ്ങിക്കൊണ്ട് പോയതല്ല സാറേ, അവള് ശരിയല്ല, അത് മനസ്സിലാക്കിയിട്ടാ പോയത്. ഇപ്പൊ ആര് പറഞ്ഞിട്ടാ നീ ഇവിടെ ഒന്ന് ഹാജരായത്? ആരും പറഞ്ഞിട്ടല്ല സാറേ, അവളെ കൊല്ലാൻ നോക്കിയത് ഞാൻ തന്നെയാ. പക്ഷെ പറ്റിയില്ല. വേറെ ആരെയും തിരയണ്ട സാറേ, ഞാൻ തന്നെയാ ചെയ്തത്. അത് ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാം. നീയല്ല അത് ചെയ്തത്, നിന്നെ കൊണ്ട് പ്രകാശ് ചെയ്യിച്ചു. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഗ്ലോറിയുമായുള്ള ഡിവോഴ്സ് കേസിൽ തോറ്റുപോകുമെന്ന് സംശയം തോന്നിയപ്പോ ഗ്ലോറിയെ കൊല്ലാൻ പ്രകാശ് തന്നോട് പറഞ്ഞു. സാറേ, ഒരുമാതിരി വൃത്തികേട് പറയരുത്. നീ അത് തന്നെ പറയും. ഗ്ലോറിയെ കൊല്ലാൻ പ്രകാശ് നിന്നെ ഏൽപ്പിച്ചു എന്ന്. ഇല്ലെങ്കിൽ അവിടെ ഇട്ട് കൊല്ലും നിന്നെ ഞാൻ. സാറേ, അയ്യപ്പൻ നേരും നെറിയുള്ളവനാ. പ്രകാശ് എന്റെ കൊച്ചനാ. അവനെ കൊടുക്കാൻ സാറ് പോയെന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് കാര്യം പറഞ്ഞത്. അയ്യപ്പ, നിർബന്ധം പിടിച്ചാൽ കാര്യങ്ങൾ വഷളാവും. അതെ, വേണ്ടത് എന്താന്ന് വെച്ചാൽ അവരെഴുതിക്കോളും. മര്യാദയ്ക്ക് അതിന്റെ താഴെ ഒപ്പിട്ടിട്ട് അയ്യപ്പൻ പൊയ്ക്കോ. സാറേ, വേണ്ട സാറേ, ഞാൻ ഇവിടെ കിടന്നോളൂ. അവളെ കൊല്ലാൻ നോക്കിയതിന്റെ പേരിൽ എന്നെ തൂക്കി കൊന്നാലും ഈ അയ്യപ്പന് സന്തോഷം. അവളുടെ കാശ് വാങ്ങി പോക്കറ്റിൽ തിരിയിട്ടാ സാറ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അയ്യപ്പൻ തന്തയിലാടി കാണിക്കില്ല സാറേ. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് കുഴികുത്ത് മൂടും നിന്നെ ഞാൻ. നിന്റെയൊക്കെ ഒരു സ്നേഹവും ആത്മാർത്ഥതയും കാണിച്ച് തരണ ഞാൻ. തല്ലുകൊണ്ട് ചാവാതെ സാറ് പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സാറേ, നല്ല അന്തസ്സുള്ള പോലീസുകാരെ കണ്ട് ശീലിച്ചവനാ ഈ അയ്യപ്പൻ. ഇതും പോലീസാണല്ലോ. എന്താടി നീ ഒന്നും പറയാത്തത്? അയ്യപ്പനെ വിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് നീയല്ലേ? തൽക്കാലം ഇപ്പൊ എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ദേഹവും വേദനിക്കുമെന്നും കത്തി താഴ്ത്തുവെന്നൊക്കെ അന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് കിട്ടിയതോ അയ്യപ്പൻ എന്ന ദരിദ്രവാസിയെ. അയാൾക്കാവുമ്പോ ഒരു കുപ്പി കള്ളിന്റെ ചെലവല്ലേ ഉള്ളൂ. മതിയടി, നിന്റെ ആവശ്യം എന്താന്ന് എനിക്കറിയാം. നിന്നെ കൊല്ലാൻ അയ്യപ്പനെ ഞാൻ വിട്ടുവെന്ന് സമ്മതിക്കണം. അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം നിന്റെ കയ്യിലുണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ആ തെളിവ് വെച്ച് കോടതിയിൽ പ്രകാശ് സാറിന്റെയും എന്റെയും ബന്ധം നിനക്ക് തെളിയിക്കണം. പണ്ട് നിന്റെ പദ്ധതികളൊക്കെ വിജയിച്ചിരുന്നു, ഇപ്പൊ പരാജയപ്പെടുന്നു. അതിന്റെ അർത്ഥം നിന്നെ എല്ലാവരും നന്നായിട്ട് തിരിച്ചറിയുന്നു എന്നാ. അയ്യപ്പൻ നിന്നെ ഈ പരുവത്തിലാക്കിയതേ നിന്റെ യോഗം. പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണവും നീ പ്രതീക്ഷിക്കണ്ട. നീ എന്നെ പഠിച്ചു, അത് നിന്റെ തോന്നല. പക്ഷേ ഗ്ലോറിക്കൊപ്പം പഠിച്ചെത്തിയാൽ ആയുസ് കാണില്ല നിനക്ക്. അത് താങ്ങില്ല നീയൊന്നും. എന്റെ ഈ അവസ്ഥ കോടതിയിലേക്കുള്ള തെളിവ് തന്നെയാടി. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. അവിടെ ഇട്ട് തല്ലിക്കൊല്ലും ഞാൻ അയാളെ. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ അയ്യപ്പൻ കോടതിയിൽ പറയും. നീയും പ്രകാശും കൂടി എന്നെ കൊല്ലാൻ അയാളെ വിട്ടൂന്ന്. ആകാശം ഇടിഞ്ഞു വീണ് ബാക്കി എല്ലാവരുടെയും തല തകർന്നാലും അതിൽ നിന്ന് ഒരു തുണ്ട് കുത്തിയെടുത്ത് ഒരു കുടയായി പിടിച്ചാടി എനിക്ക് ശീലം. അയ്യപ്പൻ എന്നെ അനുസരിക്കും, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചാവും.
ഗ്രഹണ സമയത്ത് അയ്യപ്പനും വിഷമുള്ള ജാതി തന്നെയാടി. ആ എന്തായി സർ? കൊല്ലാൻ ശ്രമിച്ചത് അയാൾ തന്നെയാണ്. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും പ്രകാശിന്റെ പേര് പറയാൻ അയാൾ തയ്യാറല്ല. പറയിക്കണം, തല്ലി കൊന്നിട്ടായാലും. എന്തെങ്കിലും കുറച്ച് പണം കൊടുക്കാന്ന് ഗ്ലോറി പറഞ്ഞു നോക്ക്. അതിലൊന്നും അയാൾ വീടില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാവും തെണ്ടികള്. അയാൾക്കുള്ള മാർഗം വേറെയാ. സർ, എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. സർ, എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ഷുവർ. അയ്യപ്പനെ ഞാൻ വിളിക്കും. സർ. ചെല്ലടോ. താനിങ്ങി വന്നേ. താൻ തക്കം കിട്ടിയാ എന്നെ കൊല്ലുന്ന എനിക്ക് അറിയായിരുന്നു. തന്നെ കോടതി കൊണ്ടുപോകുമ്പോ സാർ പറഞ്ഞതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. അയ്യടി, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നില്ലേ അനുസരിക്കാൻ. ഭാഗ്യം കൊണ്ടാടി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ അയ്യപ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാളുണ്ട്. സരസു, അയ്യപ്പന്റെ ഭാര്യ. അവര് ജീവനോടെ വേണമെന്നുണ്ടോ അയ്യപ്പന്? ഞാൻ പറയുന്നത് അയ്യപ്പന് അനുസരിച്ചാൽ സരസു ജീവിക്കും. അല്ലെങ്കിൽ നിയമം പുളുത്തും. എടി, സരസു ഞാനും താമസിക്കുന്നത് ചെമ്പറം കോളനിയിലാ. നീ എന്നല്ല, നിന്നെ പോലെ 1000 ആള് എന്നാലും അവിടെ നിന്ന് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ തെറ്റിപ്പോയല്ലോ അയ്യപ്പ. ചെമ്പറം കോളനിന്നല്ല, ഈ നാട് മുഴുവൻ വേണമെങ്കിലും ചുട്ടരിക്കും ഞാൻ. എന്റെ ആളുകൾ സരസുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കെട്ടിയോളെ ജീവനോടെ കാണണം എന്നുണ്ടെങ്കിൽ അയ്യപ്പൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. കയ്യിലുണ്ടെങ്കിൽ നീ കൊന്നോടി. പ്രകാശ് മോന് വേണ്ടി മരിക്കാനും അവൾക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. നീ പ്രകാശ് മോന്റെ കൂടെ ജീവിക്കണ്ട. അവന്റെ പെണ്ണ് സോഫിയാടി. എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി ജീവിക്കണോ അല്ലേ? അതേടി, ഇവിടെ തന്നെ ഏത് ജയിലിലേക്ക് കൊണ്ടുപോയാലും ഞാൻ ഇറങ്ങും. അന്ന് നീ ഉറപ്പിച്ചോ, നിന്നെ ഞാൻ കൊല്ലു. എന്തായി? തല്ലി കൊല്ലണം ഇയാളെ. നീ ഇവിടെ കിടന്ന് ചാവും. നിന്റെ ആത്മാർത്ഥത കുറയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊണ്ടുപോവനെ. കിടക്കട്ടെ. 4 നേരം ചികിത്സ കഴിയുമ്പോ സമ്മതിക്കും. സമ്മതിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയാം.
ഗുഡ് മോർണിംഗ് വക്കീലെ. ഗ്ലോറിയെ തോൽപ്പിക്കാനുള്ള വഴികൾ തന്നെയാണോ തെരുവിൽ തെരഞ്ഞു നടക്കുന്നത്? യെസ്, തെരുവിന്റെ യോഗ്യതയുള്ളവരുടെ തെളിവുകൾ തെരുവിൽ തന്നെ തിരയണമല്ലോ. വക്കീല് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്റെ കേസ് വാദിക്കാൻ. എന്റെ ഒപ്പം നിന്നതിനേക്കാൾ കൂടുതൽ പ്രകാശിന്റെ പവർ ഓഫ് അറ്റോർണിയുമായുള്ള ആദർശിന്റെ വരവിലും എനിക്കത് വ്യക്തമായിരുന്നു. കൊള്ളാം വക്കീലെ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ വരുന്നത്. അയ്യപ്പനെ കണ്ടിട്ട്. എന്നെ കൊല്ലാൻ അയാളെ അയച്ചത് വക്കീലാണെങ്കിൽ താങ്ക്സ്. ഡിവോഴ്സ് കേസിൽ പ്രകാശും സോഫിയും തമ്മിൽ കാണാൻ പാടില്ല എന്നൊരു വിധി ഞാൻ സമ്പാദിച്ചിരുന്നു. ഇപ്പൊ അയ്യപ്പൻ കാണിച്ച കുരുത്തക്കേടും കൂടി ആ പട്ടികയിൽ വരും. പ്രകാശ് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. സ്ത്രീ പീഡനം നല്ല വകുപ്പല്ലേ വക്കീലെ? എനിക്ക് ഈ ഡിവോഴ്സ് കേസ് ജയിക്കാൻ ഇത് ധാരാളമായി. ഗുഡ്. ഞാൻ അയ്യപ്പന് ജാമ്യം എടുക്കാനായി ഇപ്പൊ പോകുന്നത്. ASP നിഷേധിക്കില്ല. ഞാൻ എത്തുമ്പോഴേക്കും അയ്യപ്പന്റെ ജാമ്യം അയാൾ എഴുതിയിരിക്കും. അത്രയ്ക്ക് മുകളിൽ നിന്ന ഓർഡർ. ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട്. അയ്യപ്പൻ മനസ്സിൽ കളങ്കമില്ലാത്തവനാ. എന്ത് പഠിപ്പിച്ചാലും അതേപോലെ പറയും. പ്രകാശിന്റെ പേരിൽ കുറ്റം ചുമത്താൻ നീ തന്നെ നിന്റെ അച്ഛന്റെ അനുജനായ അയ്യപ്പനെ അതിനെ നിർബന്ധിക്കുകയായിരുന്നു എന്ന് ഞാൻ പഠിപ്പിച്ച അയ്യപ്പൻ അത് പറയേണ്ടിടത്ത് പറയും. അത് പ്രകാശിന് ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് കൂടി പറഞ്ഞാൽ അയ്യപ്പൻ പിന്നെ സംശയിക്കും. നോ. പ്ലാനിംഗ് തുറന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന നിന്റെ രീതി അതെനിക്കിഷ്ടമാണ്. അത് തന്നെ തിരിച്ചും ഞാൻ ചെയ്തു. നിൽക്ക്. നമുക്കിടയിൽ ആകാശത്ത് നിന്നൊരു വടി വീണാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ രണ്ടുപേരുടെയും ബുദ്ധി തീരുമാനിക്കും. നീ അതെടുത്ത് കുത്തിപ്പിടിച്ച് നടക്കും. പക്ഷെ ഞാൻ അതുകൊണ്ട് നിന്നെ തല്ലി തകർക്കും. അതാ വ്യത്യാസം. അയ്യപ്പൻ എനിക്ക് നിന്നെ തല്ലാനുള്ള ഒരു വടിയ. ഇതിൽ നിന്ന് നീ നേട്ടം കൊയ്യില്ല. മിസ്റ്റർ അനിരുദ്ധൻ, നിങ്ങളെ പെട്ടെന്നൊരാവേശത്തിന് എന്തെങ്കിലും വിളിച്ചു പറയണ്ട. നന്നായിരുന്ന് ആലോചിച്ച് ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്താൽ മതി. നന്നായിരുന്ന് ആലോചിച്ച് ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്താൽ മതി. ഗുഡ് ലക്ക്. അയാൾക്ക് ജാമ്യം കിട്ടി. അയ്യപ്പന് സന്തോഷായില്ലേ നിങ്ങൾക്ക്? സ്റ്റേഷനിൽ ഞാൻ ചെന്ന് കണ്ടിരുന്നു അയാളെ. നല്ല ശൗര്യം. അയാള് ചാകാനും തയ്യാറാണത്രേ. എന്താ വേണ്ടത്? കൊല്ലണോ? നിങ്ങളുടെ ബന്ധുവാകുമ്പോ ഒരു അനുവാദം ചോദിക്കണമല്ലോ. ചത്ത കുഴിച്ചിടാൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് കത്തിച്ച് കളയുന്നതാ എളുപ്പം. നിർത്തടി. എന്നും എല്ലാരെയും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ നിന്റെ വിധി എന്താണെന്ന് പോലും നിനക്കറിയാൻ വയ്യാത്ത അവസ്ഥയായില്ലേ? നീ പഠിക്കണം. തട്ടിപ്പറിച്ചതൊക്കെ അവര് തിരിച്ചെടുക്കണം. എന്നിട്ട്
പാവപ്പെട്ടവളായി നാരായണന്റെയും അമ്മിണിയുടെയും മോളായിട്ട് ജീവിക്കണം നീ. നല്ല മോഹം. അങ്ങനെ ഒരു ദിവസം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്റെ ജീവൻ അങ്ങ് ഒടുക്കിയ പോരെ. തന്തയും തള്ളയും ഗുണം വേണ്ട. ചുമരിൽ എവിടെയെങ്കിലും സ്റ്റഫ് ചെയ്ത് വെക്കാനുള്ള കാഴ്ച ഭംഗിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. നിന്റെ അവസാന കാല പറഞ്ഞു തീർത്തോ നീ? ഗ്ലോറിക്ക് അങ്ങനെ ഒരു അവസാനം ഇല്ല തള്ളേ. കേസും കോടതിയൊക്കെ ഒരു ഹരമാണ് എനിക്ക്. കൂട്ടിൽ കയറി നിന്ന് ഉത്തരം പറയേണ്ടി വരുമ്പോഴത്തെ വെപ്രാളമല്ല, ജയിച്ചിറങ്ങി വരുമ്പോഴുള്ള ലഹരിയ എന്റെ മനസ്സിൽ. അയ്യപ്പം വാഴില്ല. ഒന്ന് മുന്നറിയിപ്പ് കൊടുത്തേക്ക് അയാൾക്ക്. വണ്ടികളൊക്കെ വരുമ്പോ ഒന്ന് മാറി നടന്നോളാൻ. വാഹനം വഴിയുള്ള അപകടമാ വാരഫലം. ജാമ്യം കിട്ടിയപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. എന്തിനാ ഈ ബഹളത്തിനൊക്കെ പോയത്? കുറെ തല്ലുകൊണ്ടൊന്നല്ലാതെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കൊല്ലാനാ ചെന്നത്. പക്ഷെ അവള് കുതറിക്കളഞ്ഞു. മുഖം കാണുമെന്ന് തോന്നിയപ്പോഴാ ഞാൻ ഓടിക്കളഞ്ഞു. എന്തെങ്കിലും ശത്രുത തോന്നിയ പിന്നെ ജീവിക്കാൻ സമ്മതിക്കോ ഗ്ലോറി? അവൾ എവിടെയെങ്കിലും വെച്ച് അവള് ചെയ്തോട്ടെ. കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം. അവളുടെ കൈയൊന്ന് കെട്ടിഞ്ഞാന്ന് കിടന്നല്ലോ, അത് ഞാൻ കാരണമല്ലേ. ഇപ്പൊ അത് മതി. ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട. അവളുടെ കൺമുമ്പിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പോകും. അയ്യപ്പൻ പേടിച്ച് ഓടിയെന്ന് അവള് കരുതിക്കോട്ടെ. എന്നിട്ടൊരു ദിവസം അവളങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോ അയ്യപ്പൻ വരും. ഒന്ന് കൊല്ലും ഞാൻ അവളെ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്.